നമ്മുടെ ഇന്നത്തെ യാത്ര ബുഡാപെസ്റ്റിൽ നിന്നും സ്ലോവാക്യയിലോട്ടാണ്. എല്ലാവർക്കും സ്വാഗതം. ഇതായിരുന്നു നമ്മുടെ പാർക്കിംഗ് സോൺ. ഈ റൂം എടുത്ത ആ ബിൽഡിങ്ങിലെ വണ്ടി ഇതാണ്. ഇവിടുന്ന് നമ്മളിപ്പോൾ നേരെ സ്ലോവേക്കിയയിലോട്ടാണ് പോകുന്നത്. ഒരു 300 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്തു രാവിലെ തന്നെ 10 മണിക്ക്. എന്നിട്ട് ഇപ്പം ഇവിടെ ചാവി റീഡിപ്പോസിറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നു. പിന്നെ കീ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോയിരിക്കും. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ കിടക്കുക വണ്ടിയായിട്ട്. ഇത് ബസ് യാർഡാണ് ഇവിടുത്തെ ബുഡാപെസ്റ്റിൻ്റെ. നമ്മളങ്ങനെ ബുഡാപെസ്റ്റിലെ മക്ഡൊണാൾഡ്സിൽ വന്നു. കുറേ കറങ്ങി അടിച്ചാൽ വന്ന് വഴി തെറ്റിപ്പോയായിരുന്നു. ഇത് വന്നു 2 കപ്പച്ചിനോയും 2 ഓറഞ്ച് ജ്യൂസും വേറെ എന്തൊക്കെയോ സാൻഡ്വിച്ച് ടൈപ്പ് ഓർഡർ ചെയ്തു. സോസൊന്നും എക്സ്ട്രാ കിട്ടത്തില്ല ഇവിടെ. ജസ്റ്റ് പറയുന്ന ഓർഡർ തരും. എന്തെങ്കിലും എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ എക്സ്ട്രാ പൈസ കൊടുക്കണം. ബുഡാപെസ്റ്റ് ക്രോസ് ചെയ്തിട്ട് പോവാണ് ഹൈവേയിൽ. ഇവിടെ 100 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അത്യാവശ്യം ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ 100 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്. അതുപോലെ ഏതാണ്ട് 150 കിലോമീറ്റർ ഇല്ലേ, അത് 200 195 കിലോമീറ്റർ ഉണ്ടല്ലേ അക്കോമഡേഷൻ. റോഡൊക്കെ കണ്ടിട്ട് നോർമൽ റോഡുകൾ, വലിയ ഒരു യൂറോപ്പിൻ്റെ ഒരു പ്രൗഢിയൊന്നും കാണുന്നില്ല ഈ റോഡിനൊന്നും. ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന 130 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന, പക്ഷെ റോഡ് 2 ലൈനേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഹൈവേ ഇതിലും വീതിയുള്ള പോലെ ഫീൽ ചെയ്യും ചിലയിടത്തൊക്കെ. ഇപ്പം യൂറോപ്പിൻ്റെ അവസ്ഥ ഇതാണ്, ഉണങ്ങി പറഞ്ഞ് കിടക്കുക കംപ്ലീറ്റ്. ക്ലൈമറ്റിൻ്റെ ആ ഒരു മാറ്റമേ. ഈ ഒരു ക്ലൈമറ്റ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല പച്ചപ്പി കിടക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും ഒന്നും കാണാൻ. അതിൽ ഷിമൈസി ബദിയ റോഡ് പോലെ ഉണ്ട്. ഇത് ഭയങ്കര കുത്തനെ ഒരു ഇറക്കം. നമ്മൾ റിയാദിൽ നിന്ന് ജദ്ദയിലോട്ട് പോകുമ്പോൾ ഇറക്കമില്ലേ, മുസാമിയല്ലേ, അതുപോലെ കിടക്കുന്നത്. അത്ര ഇല്ലേലും പക്ഷെ അത് 4 ലൈൻ അല്ലേ, ഇത് 2 ലൈനിലായതുകൊണ്ട് നമുക്കൊരു അങ്ങനെ വണ്ടി കൊണ്ട് ഓടിച്ചു പോകാനുള്ള ഒരു ചെറിയൊരു മനസ്സിലൊരു പിടുത്തമുണ്ട്. ഇതൊക്കെ ബ്യൂട്ടിഫുള്ളായ ഏരിയ. ഭയങ്കര കൺജഷനാണ് വഴി. കാറ്റാടി വിൻമിൽ ഒത്തിരി ഉണ്ട്. റോഡ് പണി നടക്കുന്നുണ്ടാകും തോന്നുന്നു. ട്രാഫിക്. നമ്മളങ്ങനെ ഹംഗറിയിലെ ബോർഡർ ബ്രാറ്റിസ്ലാവ സ്ലോവേക്കിയൻ ബോർഡറിലാണ് നമ്മളിപ്പോൾ. നമുക്ക് റോഡിൽ കൂടി പോകാനുള്ളൊരു ടോൾ കാർഡുണ്ട്. ആ കാർഡ് ഇവിടുന്ന് എടുക്കണം. 10 യൂറോ വില. അപ്പോൾ അത് പോയി എടുത്തിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ നമ്മളിപ്പോൾ ആ കാർഡ് വാങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിവിടെ വന്നിട്ട് പേ ചെയ്യണം. പേ ചെയ്തിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. നമ്മുടെ നാട്ടിലെ ആ വറ്റൽമുളക് ഇവിടുത്തെ ഫേമസ് സാധനമാണ്. പപ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഈ സാധനം. പപ്രിക്ക ഈ സാധനം ഹംഗറിയുടെ സ്പെഷ്യൽ മുളകാണ് പപ്രിക്ക. കണ്ടോ, എവിടെ നോക്കിയാലും ഈ മുളക് ഇവിടെ കാണാം. അതിൻ്റെ മുളക് പാട നമ്മളിങ്ങോട്ട് വരുന്ന വഴി ആ ഒരു ഹൈവേ കണ്ടായിരുന്നു. ഇവിടെ വൈൻ്റെ ഒക്കെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് 10 യൂറോ. ഈ കാണുന്നത് 8 യൂറോ. ഇതിന് ഇതാ ഷാമ്പയിൻ പോലത്തെ അതിന് 6 യൂറോ. നമ്മൾ ബ്രാറ്റിസ്ലാവയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ ബോർഡറിൽ വന്നു. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഓഫീസിലോട്ട് വന്നാണ്. നമുക്ക് ഇതിൻ്റെ ടോളിൻ്റെ ഒരു പാസ്സുണ്ട്. റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് പോകണേൽ അതെടുക്കാൻ വേണ്ടി. ടോൾ പ്ലസ് ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വണ്ടിയുടെ ബുക്കും പേപ്പറും വേണമെന്ന് തോന്നുന്നു. എന്തായാലും പോയിട്ട് അതെടുത്തിട്ട് വരാം. നമ്മളിപ്പം സ്ലൊവേനിയക്കുള്ളിലാണ്.
ആ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇനിയിപ്പം നേരെ ഇവിടുന്ന് വന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമ്മുടെ ലൊക്കേഷനിലെത്തും. ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ പ്രൗഢികളൊന്നും ഇല്ല ഇവിടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് രാജ്യത്തിൻ്റെ ഇടയ്ക്കാണ്. നമ്മളങ്ങനെ പാസ് എടുത്തു. ഇനിയിപ്പം നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ സ്ലോവേക്കിയയിൽ ഓൾറെഡി കയറി. ഇവിടെയും സെയിം 130 കിലോമീറ്റർ സ്പീഡാണ് ഹൈവേയിൽ. ഓൾമോസ്റ്റ് ഈ പറയുന്ന ഹംഗറി പോലൊക്കെ തന്നെയാണ് എൻ്റെ 2 സൈഡും കാണുന്നത്. നമ്മളങ്ങനെ ബാറ്റിസ്ലാവ സിറ്റിയിലെത്തി. നേരെ 1.6 കിലോമീറ്റർ റോഡ്. 60 കിലോമീറ്റർ സ്പീഡല്ലേ. ക്യാമറ കണ്ടവനുണ്ട് അവിടെ ഇവിടെയൊക്കെ. അതിൽ പോലീസ് നോക്കിയിരിപ്പുണ്ട് ക്യാമറയായിട്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ ഇതേണ്ടോ ക്യാമറ ഉണ്ടെന്ന് അവർ കാണിക്കുന്നുണ്ട്. അടിതരും 60. അവിടെ 50. ധനൂബ. നമ്മൾ പിന്നെയും അടുത്ത കൺട്രി വന്നിട്ട് ധനൂബ് ക്രോസ് ചെയ്യുകയാണ്. ബ്രാറ്റിസ്ലാവ സിറ്റിയിൽ നമ്മളെത്തി. ഇവിടെ ഏതോ ഒരിടത്താണ് നമ്മുടെ റൂം. ഒന്നിൽ ഇതിലായിരിക്കാം അല്ലെങ്കിൽ ഇതിലായിരിക്കാം. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ റോഡ് 1 വേ ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അധികം പോപ്പുലേഷൻ ഇല്ലാത്തൊരു രാജ്യമാണിത്. അത് ക്വയറ്റാണ്. സോഫ നമ്മൾ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കുന്നത് വലിയ ജനനിബിഡമായ സിറ്റിയൊന്നും അല്ലിത്. സ്ലോവാക്യ. നമ്മുടെ റൂം ഇതാണ്. കാണാൻ നല്ല രസമുള്ള സ്ഥലം. ക്ലീൻ ആൻഡ് നീറ്റ്. പെർഫെക്റ്റ്. ഇത് കൊള്ളാം. വളരെ സൈലൻറ്റ്. കുറേ മുറിയുണ്ട്. ഇത് എയർബിഎൻബി ആണ്. നമ്മുടെ കീ നമ്മൾ എടുക്കാൻ വേണ്ടി ആ ലോക്കർ ഇത് പോയി നമ്പർ അടിച്ചു. അതിനുശേഷം കീ എടുത്തു അല്ലേ. ഇവിടെ റൂമിലെത്തി. ഇതാണ് മുറി. കയറി വരുമ്പോൾ ഇങ്ങനൊരു കിച്ചൺ. അതുപോലെ അകത്തോട്ട് പോയാൽ ഇവിടെ ഒരു ബെഡ്റൂം. ഇനി ഇവിടെ മറ്റൊരു മുറി. അത് ബാത്റൂമാണ്. ബാത്റൂം. നൈസ്. നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഈ ലിഫ്റ്റിനകത്തുകൊണ്ട് വണ്ടി കയറ്റണം. ചടങ്ങ് സംഭവമാണ് ഇവിടെ. ഇവിടെ ഒറ്റ വലിക്കത് പോകത്തില്ലടാ. നമ്മുടെ വലിയ വണ്ടിയാ. ഈ ലിഫ്റ്റ് വെച്ച് നോക്കുമ്പോഴാണ് കണ്ടോ, റിമോട്ടിൽ തുറന്നു. അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. പതുക്കെ റിവേഴ്സ് ഇടാ. ഒന്നുകൂടെ അടി. ഓ മൈ ഗോഡ്. ഈ ലിഫ്റ്റിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. ഒന്നുകൂടെ അടിയാതെ. ആ സൈഡ് നോക്ക്.
ഈ സൈഡ് ഓക്കെയാ. കയറട്ടെ അവിടെ നിർത്ത ഞെക്കി. നമ്മൾ താഴോട്ട് പോവാണോ? പൊക്കൊണ്ടിരിക്കുക, അനക്കമില്ലല്ലോ. ആ സൈഡ് നോക്ക്, ഈ സൈഡുണ്ട്. ഓക്കെ. ദൈവമേ, ഉള്ള വണ്ടികളെല്ലാം പോകുന്ന അടിപൊളി കിടില വണ്ടികളാണ്. ഇപ്പം എന്താ ടെസ്ല പോയി, അതിന് മുമ്പ് BMW പോയി, അതിന് മുമ്പ് ബെൻസ് പോയി. അപ്പോൾ കുറച്ച് നമ്മൾ ഹംഗറി കണ്ടതിലും കുറച്ചുകൂടെ റിച്ച് ലുക്ക് ആണ് തോന്നുന്നു. പിന്നെ ഇവിടെ പോപ്പുലേഷൻ പൊതുവെ കുറവാണ്. YMCA എന്ന് പറയുന്ന ആ ഒരു ഹോസ്റ്റലില്ലേ, അതാണ്. നമ്മളിപ്പോൾ സിറ്റി സെൻറ്റർ നോക്കി പോവാണ്. സ്ലൊവാക്യയുടെ തലസ്ഥാന ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഈ സിറ്റിയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ കൂടുതലും യൂസ് ചെയ്യുന്ന നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ BA BL, അതൊക്കെ ബ്രാറ്റിസ്ലാവയുടെ നമ്പർ പ്ലേറ്റുകളാണ്. പക്ഷേ ഇതിനകത്ത് ഒത്തിരി ഓസ്ട്രിയയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഹംഗറിയുടെയൊക്കെ ഉണ്ട്, അതുപോലെ റൊമേനിയയുടെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ അടുത്തടുത്തടുത്ത് ഉള്ള പ്രദേശങ്ങളായതുകൊണ്ടായിരിക്കും ഇവിടെ അതുപോലത്തെ നമ്പർ പ്ലേറ്റുള്ള ഒത്തിരി വണ്ടികൾ നമുക്ക് കാണാം. ഈ ബീച്ചിൽ നിന്ന് കാണുന്നതൊക്കെ ബ്രാറ്റിസ്ലാവയുടെയാണ്, ഇവിടുത്തെ സ്ലൊവേക്യ. നമ്മളിപ്പം ഒരു 4 മണിയായി, ഇവിടെ വന്നത് 2 മണിക്കാണ്. റൂമൊക്കെ എടുത്ത് നമ്മൾ 4 മണിയോടെ നമ്മളിപ്പം വെളിയിലിറങ്ങി. ഇവിടുത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം റൈറ്റ് ഒരു 13-14 ഡിഗ്രി, വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ്. വെയിലും ഉണ്ട്. ഇതേതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു. ഇന്നിപ്പം അത് അടഞ്ഞു കിടക്കുവാണ് അവിടെ. ഇതൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു, പച്ചക്കറി മാർക്കറ്റോ അതോ ഫിഷോ അങ്ങനത്തെ മാർക്കറ്റ്. ഇപ്പം ഓൾറെഡി 4-4:30 ആയപ്പോഴത്തേക്ക് ഇവരെല്ലാം അടയ്ക്കും. ഇപ്പോൾ എല്ലാവരും ഓഫീസിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സമയമാണ്. മോസ്റ്റ്ലി എല്ലാവരും കണ്ടോ ജോലിയെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. ഇവരെ കണ്ടാൽ അറിയാം, ഇവരൊക്കെ ഓഫീസ് ജോബെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ബിസിയിലായ ഇവിടുത്തെ നോർമൽ പബ്ലിക്ക്. ഇവിടെ ഒത്തിരി ഇന്ത്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഈ സിറ്റിക്കകത്ത് ഒത്തിരി ഉണ്ട്, ധാരാളം. അതുപോലെ സ്ലോവാക്യയിൽ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. 5 ലക്ഷത്തിന് ഉള്ളിലാണ് ജനസംഖ്യ ഉള്ളത് ഈ രാജ്യത്ത്. അത്ര വലിയ രാജ്യമൊന്നുമല്ല. ഈ ഒരു സിറ്റി കൂടെ ഇവരുടെ സ്ലോവാക്യ കൂടെ ദനൂബ് എന്ന് പറഞ്ഞ റിവർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരുടെ ബോർഡർ എന്ന് പറയുന്നത് ഓസ്ട്രിയ ഇവരുടെ ഒരു ബോർഡറാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന ഹംഗറി ഇവരുടെ ബോർഡറാണ്. പഴമകൾ വിളിച്ചോതുന്ന പല ബിൽഡിങ്ങുകളും നമുക്ക് കാണാം. ഇവിടുത്തെ ട്രാമിൻ്റെ ലൈനാണ് പോകുന്നത്. കുറച്ച് മുമ്പ് ഒരു ട്രാം ഇതുവഴി മുന്നേ കൂടെ പോയത്, ആ കാണുന്നത് നല്ല നൈസ് ട്രാമാണ്, പുതിയ ഒരു ലുക്കിലുള്ള ട്രാം. നമ്മളിപ്പം ഹംഗറിയിൽ ഉണ്ടായിരുന്നപ്പം കണ്ട ട്രാം എന്ന് പറഞ്ഞാൽ ഒരു 50-60 കൊല്ലം പഴയ മോഡൽ, ആ ടൈപ്പായിരുന്നു കണ്ടത്. ഇതിപ്പം നൈസ് പുതിയ ടൈപ്പ് ട്രെയിനാണ് കണ്ടത്. അതിങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ടേ ഇരിക്കും സിറ്റി മുഴുവൻ. എത്രയാണ് ഇവിടുത്തെ ഇപ്പം ചാർജ് എന്നുള്ളത്, റേറ്റ് എന്നുള്ളത് ഇപ്പം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഈ മെഷീനിൽ. ഒരു ദിവസത്തേക്കുള്ള 24 hours ഒരെണ്ണം വാങ്ങി 4.8 euro, അതായത് 20 റിയാൽ, അത് ഒരാൾക്ക്. അങ്ങനെ 3 ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് 15 euro. നമ്മളിനി പബ്ലിക് ട്രാൻസ്പോർട്ടിലോട്ട് പോകും. നമുക്ക് ഏത് വണ്ടിയിലും കയറാം ഒരു 24 hours. ഇപ്പോൾ സമയം ഇവിടെ 4 മണി, 4:30 എങ്കിൽ 4:30 മണി വരെ നമുക്ക് അടുത്ത ദിവസം
ഈ ബ്രാറ്റിസ്ലാവ കറങ്ങും. നമലസ്തൂറ ആ ട്രെയിനിൽ കയറാനുള്ള kayari. Následuje zastávka Slovenská technická univerzita. മിനിസ്ട്രി ആണെന്ന് തോന്നുന്നു. മിനിസ്ട്രി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ബിൽഡിംഗ് ആണിത്. STU സ്ലോവാക്യൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഇതായി കാണുന്നത്. നമ്മൾ ശരിക്കും ഞാൻ വന്നിട്ട് ഓടി ആ ടിക്കറ്റ് എടുത്തിട്ട് ഈ ട്രാമിനകത്ത് ഓടി വന്ന് കയറുമായിരുന്നു. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്ന ആ വലിയ ബിൽഡിംഗ്. അതുപോലെ ആ താഴെ കാണുന്ന വലിയ ബിൽഡിംഗ് STU മെയിൻ ബിൽഡിംഗ് ആ കാണുന്ന. അതുപോലത്തെ ഒരു ട്രാമിൽ വന്ന് ഇറങ്ങി, കിടിലൻ ട്രാം, അടിപൊളി, കാണാൻ നല്ല സ്റ്റൈൽ ട്രാം. അതിൽ വന്ന് ഇറങ്ങി എന്നിട്ടിപ്പോൾ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. ഇവിടുത്തെ ആവറേജ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ പബ്ലിക്കിൻ്റെ ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു 1000 യൂറോ ടു 2000 യൂറോ പെർ മന്ത്, ഇതിനിടയിലാണ്. ഹൈ പ്രൊഫഷണൽസും ഡോക്ടേഴ്സും അങ്ങനെയുള്ളവരുടെയൊക്കെ വിട്ടിട്ടുള്ള സാലറി സ്കെയിലാണ് ഈ പറയുന്നത്. നോർമൽ ആവറേജ് സാലറി 1000 യൂറോയ്ക്കും 2000 യൂറോയ്ക്കും ഉള്ളിൽ, അതാണ് ഇവിടുത്തെ ഒരു സ്കെയിൽ. ചിലപ്പോൾ 1200 കിട്ടാം, ചിലപ്പോൾ 1500. അത് ഡിപ്പെൻസ് ഓൺ ജോബ്. പെർ അവർ മണിക്കൂറിന് ഒരു 5 യൂറോ മുതൽ ഒരു 12 യൂറോ വരെയാണ് ഇവരുടെ ലേബർ ലോ അനുസരിച്ചിട്ടുള്ള സാലറി പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പം ലിവിങ് ലൈഫ് കോസ്റ്റ് ചിലപ്പം കുറവായിരിക്കും. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ അതിശയം ഉണ്ടായത്, എല്ലാം മലയാളികളാണ് ഇത് നടത്തുന്നത്. അദ്ദേഹം ബാലു, ഈ വരുന്ന ആൾ അനന്തു. നമ്മൾ ഓർഡർ ചെയ്ത ലാം ബിരിയാണി, അതുപോലെ തന്നെ ഒരു മസാല ദോശ, ഒരു ലസ്സി. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ സുജിത് ഭക്തൻ വന്ന് ഇദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ച് പോയെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പുള്ളി അന്ന് ഇവിടെ തൊണ്ടവേദനയൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് ഇതൊന്നും കിട്ടിയില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതേ പ്ലേസിലായിരുന്നു സുജിത് ഭക്തൻ വന്ന് ഇട്ട് പോയെന്ന് പറഞ്ഞത്. ഈ പുള്ളിയായിരുന്നു സുജിത് ഭക്തനുമായിട്ട് സംസാരിച്ചിരുന്നത്. ഈ പുള്ളി PhD ഡോക്ടറാണെന്ന് പറയുന്നത്. അദ്ദേഹം ഭയങ്കര ബുദ്ധിമാൻ. നമ്മളങ്ങനെ ഈ റെസ്റ്റോറൻറ്റ് എന്ന് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ റെസ്റ്റോറൻറ്റ് ഓണർ. കുറേ നേരമായിട്ട് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അവരുമായിട്ട് എല്ലാം നമ്മുടെ നാട്ടുകാരാണ്. എന്നിട്ട് നമ്മൾ വിചാരിക്കും കേരളത്തിലെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വർത്താനം പറയാമെന്ന്. സത്യത്തിൽ ഇത് വന്നിട്ട് സ്ലോവേക്കിയയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് മലയാളികളുമായിട്ട് നിന്ന് വർത്താനം പറയുക. ഇതാണ് റെസ്റ്റോറൻറ്റ്. എന്നിട്ട് ഡിന്നർ കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇവരുമായിട്ട് നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അടുത്ത സിറ്റി കാണാനായിട്ട് നമുക്ക് ഇറങ്ങാം. ദോശ സമോസ, അതാണ് ഈ കട. നമ്മളിവിടെ നിന്നാണ് ഇപ്പോൾ ഫുഡ് കഴിച്ചത്. നമ്മളുടെ യാത്ര, ബ്രാറ്റിസ്ലാവയിൽ കൂടെയുള്ള യാത്ര സിറ്റിയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബ്രാറ്റിസ്ലാവ എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റിക് സ്പോട്ടല്ല എന്ന് ഇവർ സ്വയം പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നി ഈ പറയുന്ന ബുഡാപെസ്റ്റിൽ വരുന്നവർ ഈ ബ്രാറ്റിസ്ലാവയും വന്ന് കണ്ട് ഇവിടെ ഒരു 2 ദിവസം നിന്ന് പോകണമെന്നുള്ള. കാരണം വളരെ വൈബുള്ള ഒരു സിറ്റി തന്നെ ഇതും. സൈലൻറ്റ് സിറ്റി ആൻഡ് നൈസ് പീപ്പിൾ. അതുപോലെ ഈ പറഞ്ഞ മാതിരി ഒരു യൂറോപ്യൻ രാജ്യത്ത് വന്ന് നമ്മൾ നിൽക്കുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എക്സ്പെൻസീവ് എന്ന് പറയാനില്ല. നമുക്കൊരു ആവറേജ് ഒരു
എക്സ്പെൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ആവറേജ് എക്സ്പെൻസ് ഇവിടെ ആകത്തുള്ളൂ വന്ന് നിന്ന് പോകാൻ. തീർച്ചയായിട്ടും ഇതൊരു നല്ല ഡെസ്റ്റിനേഷനാണ്. നമുക്ക് ഈ ബുഡാപെസ്റ്റ് വന്നിട്ട് അതായത് ഹംഗറി, അതുപോലെ തന്നെ സ്ലോവേക്കിയ, അതുപോലെ ആ ഒരു ലൈനപ്പുള്ള ആ രാജ്യങ്ങൾ വന്ന് കാണുക. ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കുക, ഒരു ആഴ്ച, എന്നിട്ട് വളരെ എൻജോയ് ചെയ്ത് സൈലൻ്റായിട്ട് ഇവിടെയൊക്കെ കണ്ട് തിരിച്ചു പോകാൻ പറ്റിയ പ്ലേസ്. ഗ്രീൻ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാറ്റിസ്ലാവ. ഒരു ഇലയുടെ കളറൊക്കെ ഇലയാണ് ഇവിടെ ഡിസൈൻ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. കഞ്ചാവാണോ ഇവിടെ വിൽക്കുന്നതെന്ന് അറിയില്ല. ഹോസ്റ്റലൊക്കെ വന്നിട്ട് നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ എക്സ്പെൻസ് ഉണ്ടാകണമെന്നില്ല ഇവിടെ. ഇപ്പം നമ്മൾ റൂം ബുക്ക് ചെയ്തത് Airbnb ആണ്. ബ്യൂട്ടിഫുൾ ഒരു ലൊക്കേഷനിൽ അടിപൊളി റൂം, കിടിലൻ റൂം. എനിക്ക് തോന്നുന്നൊരു ഹോട്ടലിനെ പോലും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന അത്രയും രസമുള്ള റൂം. ആ റൂമിന് നമ്മൾ കൊടുത്ത പ്രൈസ് എന്ന് പറയുന്നത് നിയർ അബൌട്ട് ഒരു 80 euro ആണെന്ന് തോന്നുന്നു കൊടുത്തത്. 1 day. ഒരു ടൈപ്പ് കൊള്ളാമല്ലോ, ഇതും രസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുവഴിയൊക്കെ ഇങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്നാൽ മതി. നമുക്ക് ബ്രാറ്റിസ്ലാവയിൽ വന്നതിൻ്റെ ആ ഒരു മനസ്സ് നിറഞ്ഞ് അങ്ങ് നമുക്കിങ്ങനെ നടക്കാം. ബ്രാറ്റിസ്ലാവ കഞ്ചാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാര്യം ഈ ഒരു ഗ്രീൻ പോയിൻ്റ് എന്ന് പറഞ്ഞ ഇല കണ്ടുള്ള ഈ കട കണ്ടിട്ട് ഞാൻ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് കഞ്ചാവാണോ അല്ലയോ? ഒരു പക്ഷേ ആയിരിക്കാം. ഒരു മക്ഡൊണാൾഡ്സ് കാണാം, ചെറിയൊരു മക്ഡൊണാൾഡ്സ്, ഒരു ചെറിയ ഔട്ട്ലെറ്റ്. ഇവിടെ സ്ലോവാക്യയിലെ ജനസംഖ്യ അറൗണ്ട് 5.5 മില്യനാണ്. നമ്മളവിടെ ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് നമ്മൾ ബാലു, അനന്തു, നിതിനും ഒക്കെ ആയിട്ട് സംസാരിച്ച് കുറേ നേരം ഇരുന്നു. ഭയങ്കര രസമായിരുന്നു അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. പെട്ടെന്ന് കേരളത്തിലെത്തിയൊരു ഫീലിങ്ങും നമ്മുടെ മലയാളികളെയൊക്കെ കണ്ടുപോകേണ്ട ഒരു രസവും ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. മസാല ദോശ, ലാം ബിരിയാണിയൊക്കെ സൂപ്പറായിരുന്നു. സമയം ഒരു 7 മണി. ഇത് ഒരു 7 മണിക്ക് നമ്മൾ സിറ്റി കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഉറങ്ങി സിറ്റി. ഇവിടെ ഒന്നും വലിയ തിരക്കേ ഇല്ല കേട്ടോ. 7-8 മണിക്കൊക്കെ എല്ലാം ക്ലോസ് ആവുമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഇപ്പം എന്താ ഈ ഒരു ട്രാമിൽ നിന്ന് ഇറങ്ങി. കുറച്ച് മുമ്പേ നമ്മൾ ആ ഒരു ബാക്ക് സൈഡിൽ ഒരു സർക്കിൾ കണ്ടായിരുന്നു. ആ സർക്കിള് കുറച്ച് അടിപൊളി ഷോപ്പുകളൊക്കെ ആയിട്ട് ഒരു യൂറോപ്യൻ സെറ്റപ്പിലുള്ള ഒരു പ്ലേസ് കണ്ടായിരുന്നു നമ്മൾ ഈ ട്രാമിൽ കൂടി ഇങ്ങോട്ട് വരുമ്പോൾ. ഓരോ സൈഡിൽ വന്ന് നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കാം. നമ്മൾ അവിടെ നിന്ന് 4 യൂറോയുടെ ടിക്കറ്റ് ഒരു ദിവസത്തേക്ക് എടുത്ത പോലെ നമുക്ക് ഓരോ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ അതുപോലത്തെ മെഷീനുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇതൊരു വേഫിൾ റെസ്റ്റോറൻ്റാണ്. ഈ ബ്രാറ്റിസ്ലാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി കാസിൽസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കോട്ടകൾ എന്ന് പറയത്തില്ലേ, കാസിൽസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കോട്ടകളാണ്. അപ്പം സത്യത്തിൽ നമുക്ക് അങ്ങനത്തെ വലിയ കോട്ടകൾ കാണാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സിറ്റി വൈബാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സിറ്റി കറങ്ങാനാണ് ആഗ്രഹം. എവിടെ പോയാലും മാക്സിമം കാസിൽസ് അത്ര ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാനുള്ള ഒരിത് വരത്തുള്ളൂ. കാര്യം അത്രയും സമയം നമ്മളിപ്പോൾ അതിനുവേണ്ടി കൊണ്ട് കളയുന്നതിൽ നല്ലത് സിറ്റിയൊക്കെ കാണുക, ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കാണുക, ഇവിടുത്തെ ഫുഡ്, ലോക്കൽ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ആ ഒരു 1-2 ദിവസം അതാത് രാജ്യങ്ങളിൽ വരുന്ന ആ രാജ്യത്തെ രീതികളൊക്കെ കണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത്
അതിലൊക്കെ ഒന്ന് ലയിച്ചിങ്ങനെ നടക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കിഷ്ടം. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിച്ച് നടന്ന് ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ക്രൗഡുണ്ട്. എന്തിൻ്റെ ആണെന്ന് മനസ്സിലാകുന്നില്ല. അവർ ഇവിടുത്തെ ലോക്കൽസ് ആയിരിക്കും. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, അടിപൊളി സ്ഥലം. ഇതുവഴി ചൈനീസൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ചൈനീസ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. ഏതോ ടൂറിസ്റ്റ് ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാരെ കണ്ടത്. ഇഷ്ടംപോലെ ചൈനീസിനെ ഇപ്പോൾ കണ്ടു ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നു. നൈസ് ക്ലൈമറ്റ്, ഭയങ്കര വൈബുള്ള ക്ലൈമറ്റ്. വലിയ ഹൈ കോൾഡായിട്ട് ഫീൽ ചെയ്യുന്നുമില്ല. നമുക്ക് സാധാരണ ഒരു ജാക്കറ്റ്, സാധാ ഒരു ജാക്കറ്റ് ഇട്ട് തൊപ്പിയൊന്നും ഇട്ട് കവർ ചെയ്യാതെ നോർമലി നമുക്ക് നടക്കാൻ പറ്റിയ കിടിലൻ ക്ലൈമറ്റ്. ഇവിടെ ഒരു മുട്ടായിക്കട കണ്ടു, കൊള്ളാം. ബ്രാറ്റിസ്ലാവെ വന്നു കഴിഞ്ഞാൽ കാണേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ക്യുമിൽ എന്ന് പറഞ്ഞിട്ട് മാൻ അറ്റ് വർക്ക്. ഇദ്ദേഹത്തിൻ്റെ പറ്റി പറഞ്ഞാൽ ഇദ്ദേഹം ജോലി ചെയ്തതിന് ശേഷം റിലാക്സ് ആയിട്ട് വന്നിങ്ങനെ ഒരു റിലാക്സ് ചെയ്യുന്ന ഒരു മൂഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുന്നത്. ക്യുമിൽ അതുപോലെ തന്നെ ഇതുവഴി പോകുന്ന ഷോർട്ട് ഡ്രസ്സ് ഇട്ട് ലേഡീസിനെയൊക്കെ കാണാനുമാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഒരു ചൊല്ലുണ്ട്. എന്തായാലും ഇതൊരു ഫേമസ് സംഭവമാണ് ക്യുമിൽ. ക്യുമിലിനെ കാണാനും തൊടാനും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വരും. എന്നിട്ട് ക്യുമിലിനെ കണ്ട് തൊട്ടിട്ട് പോവും. മാൻഹോളിൽ വർക്ക് ചെയ്യുന്ന ക്യുമിൽ. അങ്ങനെ അതും കണ്ടിട്ട് നമ്മൾ മുന്നോട്ടിങ്ങനെ നടക്കുവാണ് ഈ ഒരു ശാന്തമായ സിറ്റി കൂടി. ഈ ഹംഗറി വന്നപ്പോഴും അതുപോലെ തന്നെ സ്ലോവാക്യ വന്നപ്പോഴും ഒക്കെ ഈ തായ് മസാജ് എന്ന് പറയുന്ന സംഭവം ഒത്തിരി ഇടത്ത് കണ്ടു. ഇവിടെ തായ് മസാജ് കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി മസാജ് 25 യൂറോ ആണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഹംഗറി ഞങ്ങളുടെ 40 കമ്പയർ ടു 40 യൂറോ ആയിരുന്നു അവിടെ കണ്ടത്. ഇതൊരു സംഭവമാണ്. ഈ ഒരു സാധനത്തിന് മുന്നിൽ ആൾക്കാർ ഫോട്ടോ എടുത്ത് നിൽപ്പുണ്ട്. പറഞ്ഞു എന്തെങ്കിലും പൈസ തന്നാൽ മതി, ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഇത് വന്നിട്ട് സിൽവർ മേയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സണാണ്. ഇദ്ദേഹത്തിൻ്റെ ഓൺ കഫേസ് ആൻഡ് കേക്ക് ഷോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ആ ഒരു കടയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ പയ്യന് അദ്ദേഹം പറഞ്ഞ് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ മതി, യു ക്യാൻ ഹാവ് എ പിക്ചർ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം ജസ്റ്റ് എന്നാൽ അദ്ദേഹത്തിന് പോയിട്ട് ആ പയ്യനല്ലേ അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. നൈസ് ബോയ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, ബൈ. ഇപ്പം വന്ന് നിൽക്കുന്ന ഈ സർക്കിളിൽ ഈ കാണുന്ന ആ ഒരു ആളിങ്ങനെ പ്രതിമകളിൽ നിൽക്കുന്നത് നെപ്പോളിയൻ്റെ സോൾജിയർ എന്നാണ് പറയുന്നത്. എല്ലാം ഹിസ്റ്ററിയാണ് ഓരോ പ്രതിമകളും. അവിടെ പള്ളിയിൽ നല്ല രസമുള്ള മണിമുഴക്കങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ സൈലൻ്റായിട്ട് ആൾക്കാർ ഇതുവഴിയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സ്റ്റാർബക്സിൽ ഇതാണ്ട് ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് സ്റ്റാർബക്സ്, അതിൽ 1-2 പേരൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നു. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ സ്റ്റാർബക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അങ്ങനെ ഷവർമയുണ്ട് ഇവിടെ അടുത്ത്. ഇതാണ്ട് അറബിക് ഹലാൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഹലാൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടാണല്ലോ സംഭവം കൊടുക്കുന്നത്.
അവർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാകാത്ത പോലും കാണത്തില്ല എന്താ ഒരു ഹലാലെന്ന് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അതും കണ്ടു. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ പോയി നോക്കിയത് അറബിക് പീപ്പിളിൻ്റെ ആണെന്ന് തോന്നുന്നു. കാര്യം അറബിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി അറബിക് പീപ്പിൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തുർക്കിയിൽ നിന്നാണേലും അല്ലെന്നുണ്ടെങ്കിൽ സിറിയ പലസ്തീൻ എന്നൊക്കെയുള്ള അഭയാർത്ഥികൾ അങ്ങനെയുള്ളവരുണ്ടെന്ന് തോന്നുന്നു. കാര്യം അല്ലെങ്കിൽ പിന്നെ അങ്ങനൊരു ഇതുപോലെയുള്ള ഒരു വളരെ കുറച്ച് സാന്ദ്രതയുള്ളൊരു സിറ്റിയിൽ ഇങ്ങനെ ഒരു ഹലാൽ ബോർഡ് വെച്ചിട്ട് ഒരു ഇതവിടെ വർക്കൗട്ട് ആകത്തില്ല. അപ്പം 100% ഇവിടെ അവർ കാണും. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ക്ലയൻറ്റ് കാണും. അതുകൊണ്ടാണ് അവരങ്ങനെ വെച്ചതെന്ന് തോന്നുന്നു. ഇത് കൊള്ളാം. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ് ഒപ്പറ ഹൗസ് ആണെന്ന് തോന്നുന്നു. ബ്രാറ്റിസ്ലാവ ഒപ്പറ ഹൗസ്. ഈ ഒരു സർക്കിളൊക്കെ കാണാൻ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ദിവസം ഇവിടെ വന്ന് നിൽക്കണം. കാര്യം ഇവിടെ എൻജോയ് ചെയ്ത് പോകാൻ 2 ദിവസം മിനിമം വേണം. ഇവിടുത്തെ ഫുഡും അതുപോലെ തന്നെ ഈ സിറ്റി ഒക്കെ കണ്ട് വളരെ സമാധാനത്തിൽ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് ഒരു 2 ദിവസമൊക്കെ നിന്നിട്ട് വേണം പോകാൻ. അവിടെയൊക്കെ കണ്ടില്ലേ, ഔട്ട് സൈഡിലൊക്കെ പോയിരുന്ന് കോഫിയൊക്കെ കുടിച്ച് ഇരിക്കാനൊക്കെ പറ്റിയ വൈബുള്ള സ്ഥലമാണ്. നമ്മൾ ഇതിൽ കയറാൻ പോവാം. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, മെഡേന. രസമുണ്ട്. ഒരു പഴയ ഒരു ഓൾഡ് മോഡൽ ബിൽഡിംഗ്. അങ്ങോട്ടൊക്കെ അങ്ങനത്തെ ബിൽഡിംഗ് കുറേ ഉണ്ട്. സ്ലോവാക്യ അതുപോലെ തന്നെ ചെക്ക് റിപ്പബ്ലിക് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽപ്പെട്ട രാജ്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരി വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വളരെ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയ രാജ്യങ്ങളൊക്കെയാണിത്. പേട്രസൽക്ക. ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ. ഇപ്പോഴും എല്ലാവരും വീട്ടിൽ പോകുന്നതിൻ്റെ തിരക്കിലാണ്, എല്ലാവരും യാത്രയിലാണ്. കേട്ടോ, ഓഫീസിൽ നിന്നൊക്കെ പോകുന്നവരാണ്. ഇപ്പോൾ സമയം ഇവിടെ നിയർ അബൌട്ട് 7 മണി ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ആകപ്പാടെ എല്ലാം ഒരു തണുത്തായിരിക്കുന്നു ഇവിടെ മോസ്റ്റ്ലി എല്ലാ ബഹളങ്ങളും ഫ്രൈഡേ നൈറ്റ്, സാറ്റർഡേ നൈറ്റാണ്. പിന്നെ നമ്മുടെ ആ റെസ്റ്റോറൻറ്റിലുള്ള പയ്യന്മാർ പറഞ്ഞത് ഇവർ ഭയങ്കര വർക്ക് ഹോളിക് ടൈപ്പാണ്, ഭയങ്കര റെസ്പോൺസിബിൾ പീപ്പിളാണ് അവർ. അതുകൊണ്ട് സൺഡേ നൈറ്റൊന്നും വന്നിട്ട് പബ്ബിലൊന്നും സ്പെൻഡ് ചെയ്യില്ല അധികം. കാര്യം മൺഡേ അവർക്ക് ഏർലി മോർണിംഗിൽ ഓഫീസിൽ പോകണമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റില്ല. എന്നാലും ഉണ്ട്, ബാറിലൊക്കെ ആൾക്കാരിരിക്കുന്നുണ്ട്, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. വളരെ സൈലൻ്റാണ്, വളരെ സൈലൻ്റ്. ഒരു സിറ്റിക്കകത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണ്, നടക്കുവാണ്, അനക്കമില്ല സിറ്റി. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഒരു 4-5 ബാർ ഇപ്പം തന്നെ കണ്ടു. പക്ഷെ വളരെ ക്വയറ്റാണ്. ശരിക്കും ഒരു നൈസ് ഫീലിങ്, അടിപൊളി. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ലൈവ് മ്യൂസിക് സ്റ്റുഡിയോ ക്ലബ് ഡിസ്കോ കളിക്കേണ്ടവർക്ക് ഇവിടെ വരാം. റം ആൻഡ് സിഗാർ ഹൗസ് കണ്ടു. അതായത് സിഗാറൊക്കെ വലിക്കുന്ന ടീമുകൾക്ക് അവിടെ കയറാം. നമ്മളിതാ ഈ ഒരു സ്റ്റുഡിയോ കഫേ കയറി. ഇന്നലെ നൈറ്റിൽ ഈ സമയം ഒരു ഐറിഷ് പബ്ബിലായിരുന്നു. ഈ സമയമല്ല, ഇച്ചിരി നൈറ്റിലായിരുന്നു, നൈറ്റ് ടൈമിൽ. അവിടെ പോയിട്ട് നമ്മൾ മെനുവിൽ നോക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ഇതിൻ്റെ പേരെന്താ, നമ്മൾ ഒരു
ഏതായിരുന്നത് നമ്മൾ കഴിച്ച ലോങ് ഐലൻഡ് ഐസ് ടീ. അത് വന്നിട്ട് നിയർ അബൌട്ട് 2 ലോങ് ഐലൻഡിന് 10 euro ആയിരുന്നു. ഇവിടെ ഒരു ലോങ് ഐലൻഡിന് 10 euro ആയിരുന്നു. പക്ഷേ ചില ഹൈഫൈ സ്റ്റൈലുള്ള ഒരു പ്രൈസാണിത്. ജസ്റ്റ് ഞാൻ മെനുവിൽ പ്രൈസ് ഒന്ന് നോക്കിയപ്പം പറഞ്ഞതാണ്. അപ്പം ബ്രാറ്റിസ്ലാവയിൽ ഈ ഇങ്ങനത്തെ ബാറുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് സ്ട്രീറ്റ് ബാറുകളിലൊക്കെ പോയാൽ ഡ്രിങ്ക്സൊക്കെ ഇതിലും ചീപ്പായിട്ട് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്മോൾ ഒരു കോക്ടെയിൽ ഡ്രിങ്ക് പോലത്തെ ഒരു സംഭവം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. എന്നിട്ടിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത പ്ലേസിലോട്ട് പോവും. ഇവിടുന്ന് ഈ ഒരു കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മളിപ്പോൾ നേരെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഇവിടെ അറൗണ്ട് 8 മണിയായിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ക്വയറ്റാണ്. ശാന്തമായിട്ടുള്ള സിറ്റി ഇപ്പം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ശാന്തത. അതായത് സൈലൻ്റ് എന്ന് പറയാം. ഇതൊരു സിറ്റിക്കുള്ളിലുള്ളൊരു ഭാഗമാണ്. ഇതൊരു ബാറ്, അപ്പുറം ഒരു ബാറ്, ഇവിടെ ഒരു പബ്ബ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങനെയുള്ള സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ മേളിൽ എന്തോ ഒരു ഡാൻസ് നടത്തുന്ന എന്തോ ഒരു സംഭവം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ ശാന്തമാണ്, അനക്കമില്ല, വെരി സൈലൻറ്റ്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ്. ഇതൊക്കെ ഞാൻ പറയുന്ന 1, 2, 3, 4, 5, 6 അറൗണ്ട് 8, 10 ബാറുള്ളൊരു സ്ട്രീറ്റിൽ ഇത്രയും സൈലൻറ്റ് ബാർ. വളരെ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്ട്രീറ്റിനകത്ത് എത്രമാത്രം ബാറുണ്ടെന്ന് ചോദിച്ചാൽ 8, 10 എണ്ണം ഉണ്ട്. പക്ഷേ വളരെ സൈലൻറ്റ്. 8 മണി ആയിട്ടേ ഉള്ളൂ ഇവിടെ. ബ്രാൻഡ് ഔട്ട്ലെറ്റുകൾ. ഇവിടെ അടുത്ത ബാറ്, ഇതൊരു ബാറ്, അപ്പുറം വേറൊരു ബാറ്. ഇതൊരു സിറ്റിക്കുള്ളിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് അത്രയ്ക്കും സൈലൻറ്റ്. അതാണ് എനിക്ക് ഒരു സർപ്രൈസ് ആകുന്നത്. ഇതൊരു പേസ്ട്രി ഷോപ്പാണ്. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.